ആണോ? ഫസ്റ്റിനേക്കാളും സീൻസ് ആണെന്നല്ല, ഒരു പഞ്ച് കിട്ടും. വയലൻസ് നല്ലോണം ഉണ്ട്. റൺവേ അടിപൊളിയായിട്ടുണ്ട്, കിട്ടും. ഈ 4 മണിക്കൂർ ലാഗ് ഒന്നും പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിന് ഒരു ഇത്തിരി ചെറിയൊരു വലിയ ഉണ്ടെന്നുള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. അടിപൊളിയാണ്, നല്ല സാറ്റിസ്ഫാക്ഷൻ. ലാസ്റ്റ് ആ ഒരു കിക്ക് കിട്ടുന്നത് അടിപൊളിയായിരുന്നു. ഒരു 4 hours മൂവി. ഞാൻ ദുരന്തറിന്റെ ഫസ്റ്റ് പാർട്ട് ലെങ്ത് കൊണ്ടാണ് കാണാതിരുന്നത്. പിന്നീട് നെറ്റ്ഫ്ലിക്സിൽ ഞാൻ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് കണ്ടു. പൊതുവെ ഞാൻ ടി വിയിൽ സിനിമ കുറവാണെന്ന ഒരാളാണ്. പക്ഷേ ഒരു പടം നമ്മൾ അത്രയും ഹോൾഡ് ചെയ്ത് ഞാൻ മാർച്ച് 8 തന്നെ ഇതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് എന്നാന്ന് തോന്നുന്നു. ഞാനിത് കണ്ടപ്പോൾ തന്നെ അന്നേ ബുക്ക് ചെയ്തിട്ട് 10 ദിവസം മുമ്പ് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ എനിക്കൊരു ടെൻഷനുണ്ട്, കാരണം എനിക്ക് ലാഗ് സഹിക്കാത്ത ഒരാളാണ്. അപ്പോൾ തിയേറ്ററിൽ കയറി ഇരുന്നിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ബോറടിച്ച്, അപ്പോൾ ഞാൻ വിചാരിച്ചു 1 hour ഇരുന്ന് നോക്കാം. ഭയങ്കര ഞെട്ടിത്തരിച്ചു പോയി. പക്ഷെ നാളെ ആയിരുന്നു കാണേണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഒരു എലൈറ്റ് ഗ്രൂപ്പല്ലേ, അവരുടെ ഇടയിൽ നിന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ത്രില്ലും പവറും ഇല്ല. പക്ഷെ നാളെ കണ്ടിരുന്ന ഗംഭീരം. തീർച്ചയായിട്ടും ശനിയാഴ്ച ഒന്നുകൂടെ കാണുന്നതാണ്. ഫസ്റ്റിനേക്കാൾ ഗംഭീരമായിരുന്നോ? ഗംഭീരമായിരുന്നു. ഭയങ്കര മൂവി. ഇന്ത്യൻ ഒരു എന്താ പറയുന്നത്, ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ നമുക്ക് അത്ര അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഗംഭീര മൂവി. റിയലി വാച്ച്. 4 മണിക്കൂറുണ്ടല്ലോ, അപ്പൊ അങ്ങനെ അതൊന്നും ഒരിക്കലും ലാഗിങ് ഒന്നുമില്ല, ഒരു മൊമെന്റ് പോലും ഇല്ല. അത്ര സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് പോലും അതിനകത്ത് ലാഗടിക്കുന്നില്ല. ഗംഭീരം. 4 മണിക്കൂർ തകർത്തു. തകർത്തു. പക്ഷെ 4 മണിക്കൂർ കണ്ടിരിക്കാം. പിന്നെ ഇതിനെ എങ്ങനെയുണ്ട്, കുറച്ച് സെൻസർ കുറച്ച് കട്ട് ചെയ്തോ അങ്ങനെ ഫീൽ ചെയ്യും. ബാക്കി മൊത്തത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ പെർഫോമൻസ്, മേക്കിംഗ് ലെവലൊക്കെ മേക്കിംഗ് കൊള്ളാം. വയലൻസ് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ഇതിലാ ഫീൽ ചെയ്തത്. ഒരു 1500 കോടിക്ക് മുകളിൽ പ്രതീക്ഷിക്കാം. 1000 കോടി പക്കയാണ്. ഒന്നും പറയണ്ട. വയലൻസ് ആണ്, വയലൻസിന്റെ അങ്ങേയറ്റം. എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 15 മിനിറ്റ് തീർന്നെന്ന് ഓർത്ത, പക്ഷെ അവസാനമായപ്പോഴത്തേക്ക് അതിന്റെ ഇരട്ടി വയലൻസ് വീണ്ടും കാണിച്ചു. രൺബീറിന്റെ കാശ് മുടക്കെന്ന് പറഞ്ഞാൽ വാരി എറിഞ്ഞിരിക്കുക കോടികൾ. ഏതായാലും ദംഗലിന്റെ റെക്കോർഡ് പൊട്ടിച്ചോ. 1300 എന്നുള്ളത് 1500 നിൽക്കുള്ളൂ. അത്രയും ദംഗൽ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കളക്ഷൻ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല പടം. 4 മണിക്കൂറുള്ളതുകൊണ്ട് ലാഭം ഇല്ല കേട്ടോ. 4 മണിക്കൂർ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. അതിന് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട്